ഇന്ന് ദിവസം 167. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: 1 രാജാക്കന്മാർ അധ്യായം 19-20, 2 ദിനവൃത്താന്തം അധ്യായം 20, ഉത്തമഗീതം അധ്യായം 6. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 19. ഏലിയ ഹോറബിൽ. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദായിലെ ബേർഷെബയിലെത്തി അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കലിരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്നു കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ച് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്തു നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതിതീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെയും ജീവൻ അവർ വേട്ടയാടുന്നു. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബെ മെഹേലയെ ഷാഫാത്തിൻ്റെ മകൻ എലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഹസായേലിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും. യേഹുവിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എലീഷ വധിക്കും. എന്നാൽ ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും. എലീഷായെ വിളിക്കുന്നു. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ട് 12 ഏർക്കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിൻ്റെ മകൻ എലീഷായെ കണ്ടു. അവൻ 12ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേൽ ഇട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം. ഏലിയ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിനു കൊടുത്തു. അവർ ഭക്ഷിച്ചു. ഏലീഷ ഏലിയായെ അനുഗമിച്ചു. അവൻ്റെ ശുശ്രൂഷകനായി തീർന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 20. സിറിയയുമായി യുദ്ധം. സിറിയ രാജാവായ ബെൻഹദാദ് പടയൊരുക്കി 32 നാടുവാഴികൾ തങ്ങളുടെ കുതിരകളോടും രഥങ്ങളോടും കൂടെ അവൻ്റെ പക്ഷം ചേർന്നു. അവൻ ചെന്ന് സമരിയായെ വളഞ്ഞ് ആക്രമിച്ചു. അവൻ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് ഇസ്രായേൽ രാജാവായ ആഹാബിനെ അറിയിച്ചു. ബെൻഹദാദ് അറിയിക്കുന്നു, നിന്റെ വെള്ളിയും സ്വർണവും എൻ്റേതാണ്,
നിന്റെ സുന്ദരികളായ ഭാര്യമാരും മക്കളും എനിക്കുള്ളതാണ്. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, പ്രഭോ, രാജാവായ അങ്ങ് പറയുന്നത് പോലെ തന്നെ ഞാനും എനിക്കുള്ളതും അങ്ങയുടേതാണ്. അവൻ്റെ ദൂതന്മാർ വന്ന് വീണ്ടും പറഞ്ഞു, ബെൻഹദാദ് അറിയിക്കുന്നു, നിന്റെ വെള്ളിയും സ്വർണവും ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എൻ്റെ സേവകന്മാരെ അയക്കും. അവർ നിന്റെ അരമനയും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോരും. അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇതാ, ഇവൻ നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു. അവൻ ദൂതന്മാരെ അയച്ച് എൻ്റെ ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, വെള്ളി, സ്വർണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു. ഞാൻ എതിർത്തില്ല. ശ്രേഷ്ഠന്മാരും ജനവും പറഞ്ഞു, അവൻ പറയുന്നത് കേൾക്കരുത്, സമ്മതിക്കുകയും അരുത്. അതിനാൽ ആഹാബ് ബെൻഹദാദിൻ്റെ ദൂതന്മാരോട് പറഞ്ഞു, എൻ്റെ യജമാനായ രാജാവിനെ അറിയിക്കുക, ഈ ദാസനോട് ആദ്യം ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യാം. എന്നാൽ ഇത് സാധ്യമല്ല. ദൂതന്മാർ മടങ്ങിച്ചെന്ന് വിവരമറിയിച്ചു. ബെൻഹദാദ് വീണ്ടും പറഞ്ഞയച്ചു, എൻ്റെ അനുയായികൾക്ക് ഓരോ പിടിവാരാൻ സമരിയായിലെ മണ്ണ് തികഞ്ഞാൽ ദേവന്മാർ എന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, ബെൻഹദാദ് രാജാവിനോട് പറയുക, പടയ്ക്ക് മുൻപല്ല പിൻപാണ് വൻപു പറയേണ്ടത്. ബെൻഹദാദും നാടുവാഴികളും കൂടാരങ്ങളിൽ കുടിച്ചു മതിക്കുമ്പോഴാണ് ആഹാബിൻ്റെ മറുപടി ലഭിച്ചത്. ഉടനെ അവൻ സൈന്യത്തിന് പുറപ്പെടാൻ ആജ്ഞ നൽകി. അവർ നഗരത്തിനെതിരെ നിലയുറപ്പിച്ചു. അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ? അതിൻ്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും. ഞാനാണ് കർത്താവെന്ന് നീ അറിയും. ആഹാബ് ചോദിച്ചു, ആരാണ് പൊരുതുക? പ്രവാചകൻ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നു, ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ. ആഹാബ് ചോദിച്ചു, ആരാണ് തുടങ്ങേണ്ടത്? നീ തന്നെ. പ്രവാചകൻ പ്രതിവചിച്ചു. രാജാവ് ദേശാധിപതികളുടെ സേവകന്മാരെ അണിനിരത്തി. അവർ 232 പേരുണ്ടായിരുന്നു. അവരുടെ പിന്നിൽ 7000 പേർ വരുന്ന ഇസ്രായേൽ സൈന്യം നിരന്നു. അവർ ഉച്ചനേരത്ത് പുറപ്പെട്ടു. അപ്പോൾ ബെൻഹദാദും അവൻ്റെ പക്ഷം ചേർന്ന 32 നാടുവാഴികളും കൂടാരങ്ങളിൽ മതിച്ച് ഉന്മത്തരായിക്കൊണ്ടിരുന്നു. ദേശാധിപതികളുടെ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു. കാവൽ സംഘം മടങ്ങിച്ചെന്ന് സമരിയായിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് ബെൻഹദാദിനെ അറിയിച്ചു. അവൻ കൽപ്പിച്ചു, അവർ വരുന്നത് സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോടെ പിടിക്കുവേൻ. ദേശാധിപതികളുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു. സിറിയക്കാർ പലായനം ചെയ്തു. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. സിറിയ രാജാവായ ബെൻഹദാദ് കുതിരപ്പുറത്ത് കയറി ഏതാനും കുതിരപ്പടയാളികളോടൊപ്പം രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവ് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി. സിറിയക്കാർ കൂട്ടക്കൊലക്കിരയായി. പ്രവാചകൻ വീണ്ടും ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ശക്തി സംഭരിക്കുക, കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക. സിറിയ രാജാവ് അവിടുത്തെ വസന്തകാലത്ത് ആക്രമിക്കും. സേവകന്മാർ സിറിയ രാജാവിനെ ഉപദേശിച്ചു, ഇസ്രായേലിൻ്റെ ദേവന്മാർ ഗിരിദേവന്മാരാണ്, അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ പ്രബലരായത്. സമതലത്തിൽ വച്ച് യുദ്ധം ചെയ്താൽ അവരെ നിശ്ചയമായും കീഴടക്കാം. ഒരു കാര്യം കൂടി ചെയ്യണം, നാടുവാഴികളെ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സൈന്യാധിപന്മാരെ നിയമിക്കുക. നഷ്ടപ്പെട്ടത്ര വലിയ സൈന്യത്തെ അണിനിരത്തണം. കുതിരയ്ക്ക് കുതിര, രഥത്തിന് രഥം. നമുക്കവരെ സമതലത്തിൽ വെച്ച് നേരിടാം. നിശ്ചയമായും നമ്മൾ വിജയം വരിക്കും. ബെൻഹദാദ് അവരുടെ അഭിപ്രായം സ്വീകരിച്ച് അങ്ങനെ ചെയ്തു. വസന്തത്തിൽ ബെൻഹദാദ് സിറിയക്കാരെ സജ്ജീകരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഫേക്കിലേക്ക് പോയി. ഇസ്രായേൽക്കാരും സന്നാഹങ്ങളോടുകൂടി അവർക്കെതിരെ വന്നു. ദേശം നിറഞ്ഞു നിന്ന സിറിയക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2 ഗണമായി താവളമടിച്ച ഇസ്രായേൽ സൈന്യം ചെറിയ 2 ആട്ടിൻപറ്റം പോലെ തോന്നി. അപ്പോൾ ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് ഗിരിദേവനാണ്, സമതല പ്രദേശത്തെ ദേവനല്ല എന്ന് സിറിയക്കാർ പറയുന്നതിനാൽ ഞാൻ ഈ വലിയ സൈന്യത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഞാനാണ് കർത്താവെന്ന് നീ അറിയും. സൈന്യങ്ങൾ 7 ദിവസം മുഖാഭിമുഖമായി പാളയങ്ങളിൽ കഴിഞ്ഞുകൂടി. 7-ാം ദിവസം യുദ്ധം തുടങ്ങി. ഇസ്രായേൽക്കാർ ഒറ്റ ദിവസം കൊണ്ട് 1,00,000 സിറിയൻ ഭടന്മാരെ വധിച്ചു. അഫേക്ക് നഗരത്തിലേക്ക് പലായനം ചെയ്ത ശേഷിച്ച 27,000 ഭടന്മാരുടെ മേൽ പട്ടണത്തിൻ്റെ മതിൽ ഇടിഞ്ഞു വീണു. ബെൻഹദാദ് നഗരത്തിലെ ഒരു ഉള്ളറയിൽ ഓടിയൊളിച്ചു. സേവകന്മാർ അവനോട് പറഞ്ഞു, ഇസ്രായേൽ രാജാക്കന്മാർ ദയയുള്ളവരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്.
ചാക്കുടുത്ത് തലയിൽ കയറി ചുറ്റി ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കുക. അവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചേക്കാം. അവർ ചാക്കുടുത്ത് തലയിൽ കയറി ചുറ്റി ഇസ്രായേൽ രാജാവിനെ സമീപിച്ച് പറഞ്ഞു, തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് അങ്ങയുടെ ദാസൻ ബെൻഹദാദ് യാചിക്കുന്നു. ആഹാബ് പ്രതിവചിച്ചു, അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവൻ എൻ്റെ സഹോദരനാണ്. ബെൻഹദാദിൻ്റെ സേവകന്മാർ ഒരു ശുഭലക്ഷണം കാത്തിരിക്കുകയായിരുന്നു. സഹോദരൻ എന്ന് ആഹാബ് പറഞ്ഞപ്പോൾ അവർ അതൊരു ശുഭലക്ഷണമായി എടുത്തു പറഞ്ഞു. അതെ, അങ്ങയുടെ സഹോദരൻ ബെൻഹദാദ്. ആഹാബ് കൽപ്പിച്ചു, പോയി അവനെ കൊണ്ടുവരുവേൻ. ബെൻഹദാദ് വന്നപ്പോൾ ആഹാബ് അവനെ തന്നോടൊപ്പം രഥത്തിൽ കയറ്റി. ബെൻഹദാദ് ആഹാബിനോട് പറഞ്ഞു, എൻ്റെ പിതാവ് അങ്ങയുടെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കിത്തരാം. എൻ്റെ പിതാവ് സമരിയായിൽ ചെയ്തതുപോലെ അങ്ങ് ദമാസ്കസിൽ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചാലും. ആഹാബ് പ്രതിവചിച്ചു, ഈ കരാർ അനുസരിച്ച് നിന്നെ വിട്ടയക്കുന്നു. അവൻ ഒരു ഉടമ്പടി ചെയ്ത് ബെൻഹദാദിനെ വിട്ടയച്ചു. ആഹാബിനെതിരെ പ്രവചനം. പ്രവാചകണത്തിൽപ്പെട്ട ഒരുവൻ മറ്റൊരുവനോട് എന്നെ അടിക്കുക എന്ന് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ആവശ്യപ്പെട്ടു. അവൻ വിസമ്മതിച്ചു. അപ്പോൾ ഒന്നാമൻ പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കായാൽ ഇവിടെ നിന്ന് പോയാലുടനെ നിന്നെ ഒരു സിംഹം കൊല്ലും. അവൻ പുറപ്പെട്ടയുടനെ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. അവൻ വേറൊരാളെ സമീപിച്ച് പറഞ്ഞു, എന്നെ അടിക്കുക. അവൻ അടിച്ച് മുറിവേൽപ്പിച്ചു. അതിനുശേഷം പ്രവാചകൻ അവിടെ നിന്ന് പോയി. അവൻ ആളറിയാത്ത വിധം മുഖം മൂടി രാജാവിനെ കാത്ത് വഴിയിൽ നിന്നു. രാജാവ് കടന്നുപോയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഈ ദാസൻ യുദ്ധക്കളത്തിൽ പടപൊരുതാൻ പോയി. അപ്പോൾ ഒരു പടയാളി ഒരാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, ഇവനെ കാത്തുകൊള്ളുക. ഇവൻ രക്ഷപ്പെട്ടാൽ പകരം നിന്റെ ജീവൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു താരന്ത് വെള്ളി ഈടാക്കും. എന്നാൽ അങ്ങയുടെ ദാസൻ പല കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, നീ നിശ്ചയിച്ച വിധി നിനക്കിരിക്കട്ടെ. അവൻ തൽക്ഷണം മുഖം മൂടിയിരുന്ന തുണി അഴിച്ചുമാറ്റി, പ്രവാചകന്മാരിൽ ഒരുവനാണ് അവനെന്ന് ഇസ്രായേൽ രാജാവിന് മനസ്സിലായി. പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നശിപ്പിക്കാൻ ഒഴിഞ്ഞിട്ടിരുന്നവനെ നീ വിട്ടയച്ചു. എന്നാൽ അവൻ്റെ ജീവന് പകരം നിന്റെ ജീവനും അവൻ്റെ ജനത്തിന് പകരം നിന്റെ ജനവും എടുക്കപ്പെടും. ഇസ്രായേൽ രാജാവ് ദുഃഖാകുലനായി സമരിയായിലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 20. ഏദോമിനെതിരെ യുദ്ധം. കുറെ കാലം കഴിഞ്ഞ് മൊവാബ്യരും അമ്മോന്യരും മേയൂന്യരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൻ താമാറിൽ, അതായത് എൻഗേദിയിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ചുകൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദായിലെ എല്ലാ നഗരങ്ങളിലും നിന്ന് വന്നു. ദേവാലയത്തിന് മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂദാ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോഷാഫാത്ത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും? ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് അത് ശാശ്വത അവകാശമായി നൽകുകയും ചെയ്തില്ലേ? അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരാലയം പണിയുകയും ചെയ്തു. അവർ പറഞ്ഞു, യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അത് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കാകയിൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമോന്യർ, മൊവാബ്യർ, സെയർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്ത് നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു. ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല.
എങ്കിലും ഞങ്ങൾ അങ്ങേ അഭയം പ്രാപിക്കുന്നു. യൂദായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനുമായ യഹസിയേലിൻ്റെ മേൽ വന്നു. അവൻ സക്രിയയുടെയും സക്രിയ ബെനായയുടെയും ബെനായ ജായിയേലിൻ്റെയും ജായിയേൽ മത്താനിയായുടെയും മകനായിരുന്നു. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. സീസ് കയറ്റം കയറി ആയിരിക്കും അവർ വരുന്നത്. യെരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വച്ച് നിങ്ങൾ അവരെ നേരിടും. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യഹോഷാഫാത്ത് സാഷ്ടാംഗം പ്രണാമം ചെയ്തു. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി. കൊഹാത്യരും കോറഹ്യരുമായ ലേവ്യർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യഹോഷാഫാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, യൂദാ ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ. നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ. യൂദാ ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ. നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ. നിങ്ങൾ വിജയം വരിക്കും. വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമോന്യർ, മൊവാബ്യർ, സേർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. അവർ തുരത്തപ്പെട്ടു. അമോന്യരും മൊവാബ്യരും ഒരുമിച്ച് സേർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമോന്യരും മൊവാബ്യരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു. യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. ആരും രക്ഷപ്പെട്ടിരുന്നില്ല. യഹോഷാഫാത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു. വളരെയധികം ആടുമാടുകളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു. അവരുടെ കൊള്ള 3 ദിവസം നീണ്ടു. അത്രയേറെ ഉണ്ടായിരുന്നു അത്. 4-ാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി. അതുകൊണ്ടാണ് അതിന് ബറാക്ക താഴ്വര എന്ന പേര് ലഭിച്ചത്. സൈന്യങ്ങളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂദാ ജെറുസലേം നിവാസികൾ യഹോഷാഫാത്തിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി. വീണ, കിന്നരം, കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിലെത്തി. ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതി എന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു. യഹോഷാഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. അവന്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകി. അങ്ങനെ യഹോഷാഫാത്ത് യൂദായിൽ ഭരണം ആരംഭിക്കുമ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 വർഷം ജെറുസലേമിൽ ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബയായിരുന്നു അവന്റെ അമ്മ. അവൻ തന്റെ പിതാവായ ആസയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമുറപ്പിച്ചിരുന്നില്ല. യഹോഷാഫാത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യാവസാനം ഹനാനിയുടെ മകനായ യേഹുവിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു. ഒടുവിൽ യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസിയയുമായി സഖ്യത്തിലേർപ്പെട്ടു. അഹസിയ ദുഷ്കർമ്മിയായിരുന്നു. താർഷീഷിലേക്ക് പോകുന്നതിന് എസ്സിയോൻ ബേഗറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ്. മരേഷായിലെ ദോദാവാഹുവിന്റെ പുത്രൻ എലിയെ യഹോഷാഫാത്തിനെതിരെ പ്രവചിച്ചു പറഞ്ഞു, അഹസിയയുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും. ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു. താർഷീഷിലേക്ക് പോകുവാൻ അവർക്ക് കഴിഞ്ഞില്ല.
ഉത്തമഗീതം അധ്യായം 6. തോഴിമാർ. അങ്കനമാരിൽ അഴകാർന്നവളെ, നിന്റെ പ്രിയൻ എങ്ങു പോയി? എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത്? പറയൂ, നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം. മണവാട്ടി, എൻ്റെ പ്രാണപ്രിയൻ തൻ്റെ ഉദ്യാനത്തിലേക്ക്, സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. തൻ്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്. എൻ്റെ പ്രിയൻ എൻ്റേതും. അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു. ഗാനം 5. മണവാളൻ. എൻ്റെ പ്രിയേ, നീ തിർസ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും കൊടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയദയുമാണ്. നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക, അതെന്നെ വിവശനാക്കുന്നു. നിന്റെ തലമുടി ഗലയാദ് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻപറ്റം പോലെയാണ്. കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെപ്പോലെ ഒന്നൊഴിയാതെ നിരയൊത്തതാണ് നിന്റെ പല്ലുകൾ. മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതി പോലെയാണ്. 60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകമാരും. എന്നാൽ എൻ്റെ മാടപ്രാവ്, എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകളേന്തുന്ന സൈന്യത്തെപ്പോലെ ദയയും ആയ അവൾ ആരാണ്? ഞാൻ ബദാൻ തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ, മുന്തിരിവള്ളികൾ മൊട്ടിട്ടോ എന്നറിയാൻ, മാതളമരങ്ങൾ പൂവിട്ടോ എന്ന് നോക്കാൻ. മണവാട്ടി, ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥൻ്റെ അരികിലിരുത്തി. തോഴിമാർ, ഷൂലാം കന്യകയെ, മടങ്ങിവരൂ, മടങ്ങിവരൂ, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ഷൂലാം കന്യകയെ നിങ്ങളെന്തിന് തുറിച്ചു നോക്കുന്നു?